എന്തോയിനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. നമസ്കാരം. ഷംസീർ മാത്രമല്ല, ഓരോ സഖാവും ഓരോ നാടക സംവിധായകരാണ്. മിത്ത് ഷംസീർ രചന നിർവഹിച്ച നാടകത്തിൽ വീണ ജോർജ് മനോഹരമായ അഭിനയം കാഴ്ചവെച്ചതുപോലെ ഇതാ മറ്റൊന്ന്. സംവിധായകൻ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗുകൾ എത്ര ഭംഗിയായി ഈ പ്രായമായ അമ്മ ഡെലിവറി ചെയ്തു. അവസാനത്തെ ആ വിജയനായിരുന്നു നല്ലത് എന്ന ഭാഗം എന്തൊരു അഭിനയത്തിൻ്റെ അപാര നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. 4 ദിവസം വെയിലുറച്ചാൽ ഏത് പ്രളയജലവും താഴും. പക്ഷേ കമ്മികളുടെ തലയിൽ വെളിച്ചം കടക്കാൻ 4 അല്ല 400 ദിവസം സൂര്യനുദിച്ചാലും കഴിയില്ല. പ്രളയജലത്തേക്കാൾ ഭീകരമായ നാശങ്ങളാണ് പിണറായി വിജയൻ്റെ അടിമകളായ അന്തങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. പുഴുക്കുത്തുകളെപ്പോലെ സമൂഹത്തിൽ എവിടെയും കടന്നുകൂടി അന്തഛിദ്രങ്ങളും അസ്വസ്ഥതയും ഉണ്ടാക്കുക എന്നതാണ് അവരുടെ സ്ഥിരം കലാപരിപാടി. ഇപ്പോൾ മഴയെയും പ്രളയത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. ഉച്ചിയിൽ ഉപ്പോളം ബുദ്ധി പോലുമില്ലാത്ത മുഴുത്ത സഖാക്കളെ മുതൽ ചെറു അന്തങ്ങളെ വരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും? ഒരു ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഇവരെ മെരുക്കിയെടുക്കാൻ കഴിയില്ല. ഭരണം പോയി കേരളത്തിലൊരു പ്രളയമുണ്ടായപ്പോൾ ഇത്രയേറെ ആഘോഷിച്ച ഒരു മനുഷ്യ സമൂഹം വേറെയില്ല. നാടാകെ അമീബിക്ക് മസ്തിഷ്ക ജ്വരം പടരുന്നേ, എബോള വരുന്നേ എന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ കൂവൽ. അതിനു പിന്നാലെ നിപ്പ വരുന്നേ, പഴുന്തീനി വവ്വാലുകൾ നാടാകെ പറക്കുന്നേ എന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ. ഒരാഴ്ച പോലും ആ വിലാപത്തിന് ആയുസുണ്ടായില്ല. അതെല്ലാം പരിഹരിക്കപ്പെട്ടു. 4 മഴ പെയ്ത് വെള്ളം പൊങ്ങിയതോടെ പഴയ വിജയൻ്റെ അപദാനങ്ങളും പാടി കമ്മിക്കൂട്ടങ്ങൾ കച്ചേരി തുടങ്ങിയിരിക്കുകയാണ്. അന്ന് പിണറായി പറഞ്ഞു പോലും നമ്മൾ ഒന്നിച്ചങ്ങിറങ്ങുകയല്ലേ. എന്തുകൊണ്ട് അതുപോലെ ഇത്തവണയും പിണറായിയെ കൊണ്ട് സതീശൻ പറയിക്കുന്നില്ല എന്നാണ് അവരുടെ വിലാപം. ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായി ജനങ്ങൾ പിണറായി വിജയനെയും സെറ്റുകാരെയും ഇറക്കി വിട്ടു. ഇപ്പോൾ ഭരണമുണ്ടായിരുന്നെങ്കിൽ എന്തു നല്ലതായിരുന്നു എന്ന ചിന്തയിലാണ് പിണറായി. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ച ഒരു സ്ത്രീയെ കൊണ്ട് വിജയൻ്റെ അപദാനങ്ങൾ പാടിക്കാൻ വന്ന ഒരു കമ്മി ഇപ്പോൾ എയറിലായിരിക്കുകയാണ്. എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്കൊന്നും അറിയത്തില്ലേ, എന്നോട് ബിജിമോൻ പറഞ്ഞു, ഞാൻ അതുപോലെ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണമില്ല, മരുന്നില്ല, സർവത്ര ദുരിതമാണ് എന്ന് ലോകത്തോട് അവരെ കൊണ്ട് പറയിപ്പിച്ചു. സ്നേഹത്തോടെ പാലും പഴവും നീട്ടിയാൽ എന്തും പറയിപ്പിക്കാവുന്ന തത്തയെപ്പോലെ ഇതുപോലെ കുറേ പാവം പിടിച്ച സ്ത്രീകളുണ്ട്. മുൻപൊരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഗോവിന്ദൻ മാഷ് ഒരു പാവത്തിൻ്റെ കയ്യിൽ നിന്നും പാർട്ടി ഫണ്ട് ഏറ്റുവാങ്ങിയ രംഗം ഓർക്കുന്നില്ലേ? കുറച്ച് കാശ് ആ പാവത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഗോവിന്ദൻ വരുമ്പോൾ കൊടുക്കണം. ആ പാവം വേദിയിൽ കയറി 2000 രൂപ എടുത്ത് ഗോവിന്ദന് കൊടുത്തു. ഇതെനിക്ക് പെൻഷൻ കിട്ടിയ കാശ എന്നിട്ട് പറഞ്ഞു പഠിപ്പിച്ച ഒരു ഡയലോഗും കാച്ചി. ഇനിയും നിങ്ങൾ വന്നാൽ മതി, അവർ വന്നാൽ പെൻഷൻ കിട്ടൂല. ഉടൻ ഗോവിന്ദൻ മാഷ് താൻ വാങ്ങിയ 2000 രൂപ പാവത്തിൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ നാടകം പൊളിഞ്ഞു. ആ പാവം പിടിച്ച മനുഷ്യൻ പറഞ്ഞു, എന്നോടൊരാൾ വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാൻ പറഞ്ഞു, അല്ലാതെ എനിക്ക് ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. കുത്തിത്തിരിപ്പ് കുലത്തൊഴിലും നുണ വംശമഹിമയായി കൊണ്ടു നടക്കുന്നവരാണ് മാർക്സിസ്റ്റുകാർ. കേരളത്തിൽ മുഖ്യമന്ത്രി തർക്കം മുറുകുമ്പോൾ പാതിരാത്രിയുടെ മറവിൽ KC വേണുഗോപാലിനെ അനുകൂലിച്ചൊരുത്തൻ ഫ്ലെക്സ് വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിറ്റേ ദിവസം CCTV നോക്കിയപ്പോഴാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർ പോലും അന്തം വിട്ടുപോയത്. ഒരു കമ്മി രാത്രിയുടെ മറവിൽ ഒപ്പിച്ച പണിയാണ്. ഇപ്പോൾ കമ്മികളും മരക്കുറ്റി ചാനലുകാരനും എല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്, എന്തുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പ്രളയത്തെപ്പറ്റി സംസാരിക്കുന്നില്ല? അടുത്ത ബുധനാഴ്ച വരെ നമ്മൾ കാത്തിരിക്കണോ? ഇതാണ് മരക്കൊള്ളക്കാരൻ ആന്തപ്പൻ ചാനലിൽ ഇരുന്ന് ചോദിക്കുന്നത്. മാക്രി കോട്ടിട്ട് വന്നിരിക്കും പോലെ വന്നിരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ ചമഞ്ഞ്. പിണറായി വിജയനെ പോലെ ഓരോ പാതിരാത്രിക്കും വന്ന് വാർത്താസമ്മേളനം നടത്തണമെന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. ഓരോ ബുധനാഴ്ചയും കൃത്യമായി ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്നയാളാണ് സതീശൻ. പിണറായി വിജയൻ്റെ കാലത്ത് വിവാദപരമായ വല്ല വിഷയവും വന്നാൽ പുള്ളിക്ക് തൊണ്ടപ്പഴുപ്പായിരുന്നു, സംസാരിക്കാൻ പറ്റില്ല, വോയിസ് റെസ്റ്റാണ്. ഭരണത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും പിണറായിയെ കണ്ടുകിട്ടാതെയായി. ആന്തപ്പൻ്റെ സങ്കടം കേട്ടാത്തൊന്നും ഓരോ ബുധനാഴ്ചയും കൃത്യമായി വന്ന് വാർത്താസമ്മേളനം നടത്തുന്നയാളായിരുന്നു മുൻ മുഖ്യമന്ത്രിയെന്ന്. ദുരന്തമുഖങ്ങളിലേക്ക് പിണറായി വിജയൻ വെള്ളക്കുതിരമേലേറി പാഞ്ഞു ചെല്ലുകയായിരുന്നല്ലോ. ഓഖി ദുരന്തമുണ്ടായി 100 കണക്കിന് മനുഷ്യരാണ് മരിച്ചത്.
കടൽ തീരങ്ങൾ ദുരന്തഭൂമിയായി മാറി. ദുരന്തമുണ്ടായി 2 ആഴ്ച പിന്നിട്ടിട്ടും പിണറായി വിജയൻ വിഴിഞ്ഞത്തേക്ക് പോയില്ല. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വന്ന് ജനങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് പോയി. എല്ലാം കഴിഞ്ഞ് തിരമാലയടങ്ങിയപ്പോൾ പിണറായി വിജയൻ സമാശ്വസിപ്പിക്കാൻ ചെന്നു. മത്സ്യത്തൊഴിലാളികൾ കട്ടമരവും എടുത്ത് പിണറായിയെ തല്ലാനൊരുങ്ങി. അവിടെ നിന്നും സ്വന്തം കാർ ഉപേക്ഷിച്ച് മറ്റൊന്നിൽ തടി തപ്പുകയായിരുന്നു. വയനാട് ദുരന്തഭൂമിയിൽ പിണറായി വിജയൻ വന്ന രംഗം നമ്മൾ കണ്ടതാണല്ലോ. 10 മിനിറ്റ് പോലും അവിടെ തങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിണറായി വിജയനെ കണ്ടുപഠിക്കുമെന്ന് സതീശനോട് ആജ്ഞാപിക്കാൻ ഈ അന്തങ്ങൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? പിണറായി പോയിട്ട് അരപ്പിണറായി പോലും ആകാൻ സതീശനെ ജനങ്ങൾ അനുവദിക്കില്ല. നമ്മൾ കാണുന്ന റീലിലും വാർത്തയിലുമെല്ലാം മുഖ്യമന്ത്രി ഓരോ മണ്ഡലത്തിലെയും MLA-മാരെ വിളിച്ച് എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്നതാണ് കാണുന്നത്. എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, കൂടുതലായി എന്താവശ്യമുണ്ടെങ്കിലും ബന്ധപ്പെടാൻ മറക്കരുത് എന്ന് പറയുന്നുമുണ്ട്. സന്ദീപ് വാര്യരും പഴകുളം മധുവും അബിൻ വർക്കിയുമെല്ലാം സദാ നേരവും വെള്ളത്തിൽ തന്നെയാണ്. കരക്കിരുന്ന് കളി കാണുകയല്ല. ആറന്മുളയിൽ മുഴുവൻ ദുരിതമാണെന്നും വീണ ജോർജ് ആയിരുന്നു നല്ലതെന്നും പറയുന്ന കമ്മികളുമുണ്ട്. ഈ ദുരന്തമുണ്ടാകുന്ന സ്ഥലത്തേക്ക് എന്തുകൊണ്ടാണ് തോറ്റ MLA ആയ വീണ ജോർജ് കടന്നു വരാത്തത്? ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയാൽ അവിടെ തന്നെ ഇരുന്നു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സദാസമയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട്. ആറന്മുള സത്രക്കടവിലൂടെ ഒരു വള്ളമെടുത്ത് എല്ലാ പ്രദേശങ്ങളും ഒന്ന് കറങ്ങിയാൽ വല്ല കുഴപ്പമുണ്ടോ സഖാവേ? ഭരണമെന്ന ഐരാവതത്തിൻ്റെ പുറത്തു നിന്നും ഇറങ്ങിക്കഴിഞ്ഞവരെല്ലാം ഇപ്പോൾ മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നടക്കുകയാണ്. ഇപ്പോഴും ഈ മാർക്സിസ്റ്റുകാർ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. തങ്ങളെ 5 വർഷത്തേക്കാണ് ജനങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്ന സത്യം. ഇവരുടെ ധാരണ 6 മാസം കഴിയുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമെന്നും അപ്പോൾ കയറിപ്പറ്റാമെന്നുമാണ്. വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ മുഖ്യമന്ത്രി ജുവലറിയുടെ ഉദ്ഘാടനത്തിന് പോയെന്നാണ് ആൻ്റപ്പം മുതലാളി ആക്ഷേപിക്കുന്നത്. സർക്കാർ ഭൂമിയിൽ കയറി തടി വെട്ടി കള്ളത്തടിക്കൊപ്പം വിറ്റവനാണ് ഈ മഹത്വം ഉപദേശിക്കുന്നത്. ജുവലറി എന്ന് പറയുന്നത് മോശം സ്ഥലമാണോ? കുറഞ്ഞൊരു 10-100 പേർക്കെങ്കിലും ആ സ്ഥാപനത്തിലും ജോലി കിട്ടും. മറ്റൊന്ന്, അദ്ദേഹം ആഹാരം കഴിച്ചു എന്നുള്ളതാണ്. വിപ്ലവകാരികൾ വിശന്നിരുന്നാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. VD സതീശൻ സുഖമില്ലാതെ കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ പോയതാണല്ലോ മറ്റൊരു അപരാധം. മകൻ്റെ അമ്മായിയപ്പന് AI ക്യാമറ വയ്ക്കാൻ ആരോടും ചോദിക്കാതെ കരാറ് കൊടുത്ത പുള്ളിയാണെന്ന് ഓർക്കണം പിണറായി. അതിയാൻ്റെ അടിമകളാണ് അമ്മായിയപ്പ ചരിതം പറയുന്നത് എന്ന് ആലോചിക്കണം. സ്വന്തം മരുമോനെ പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം തഴഞ്ഞ് മന്ത്രിയാക്കിയ അമ്മായിയപ്പനാണ് പിണറായി വിജയൻ. എന്തിനും വിവാദം കണ്ടുപിടിക്കുന്നവർക്ക് ഈ പ്രളയവും ചാകരയാണ്. അന്ന് പ്രളയകാലത്ത് നമുക്കൊന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് കേരളത്തിലെ സകല മനുഷ്യരും രംഗത്തിറങ്ങി. ഓരോ മനുഷ്യരും അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. പക്ഷേ DYFIയുടെ കൊടി പിടിച്ച് ബനിയനിട്ടവർക്ക് മാത്രമായി അതിൻ്റെ ക്രെഡിറ്റ്. ഇന്ന് പത്രസമ്മേളനം നടത്തി സതീശൻ നമുക്കൊന്നിച്ചങ്ങ് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആദ്യം കൂവി വിളിക്കുന്നത് DYFIക്കാരായിരിക്കും. സർക്കാർ തികഞ്ഞ പരാജയമാണ്, ഇതാ DYFIയെ വിളിക്കുന്നു എന്ന് പറയും. പിണറായി വിജയൻ സിംഹാസനം വിട്ടിറങ്ങിയതോടെ CPMകാരെ സംബന്ധിച്ചിടത്തോളം കേരളം ആ പഴയ നമ്പർ 1 കേരളമല്ല. മഴ തോരരുതേ, മണ്ണിടിയണമേ, പ്രളയജലം വന്ന് തകർക്കണമേ, മഹാരോഗങ്ങൾ വരയണമേ എന്നിത്യാദി വ്യാമോഹങ്ങളിലാണ് അവരിപ്പോൾ. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളും ചെറിയ ചെറിയ പ്രവൃത്തികളുമാണ് ഓരോ സമൂഹത്തിൻ്റെയും ചാലകശക്തി. അതുള്ള കാലത്തോളം ഈ കേരളം അതിജീവിച്ചു കൊണ്ടേയിരിക്കും.